എനിക്കൊരു ലീവുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കുറച്ച് മുന്നേ നമ്മളുടെ ഡൈസോ 100 ഷോപ്പിൽ നിന്ന് കുറച്ച് പച്ചക്കറികളുടെയും പൂക്കളുടെയും വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് അതൊക്കെ നടാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ട് നടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ സമയം കിട്ടിയത്. അപ്പോൾ ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ ഞാൻ നടുന്നത്. ഈ വലിയ പാത്രത്തിൽ നമ്മൾ നടാൻ പോകുന്നത് ചീരയാണ് കേട്ടോ. ചീര എന്തായാലും ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് നടാം. എനിക്കിങ്ങനെ പച്ചക്കറി ആയിക്കോട്ടെ പൂക്കളായിക്കോട്ടെ ഇങ്ങനെ നട്ട് അതിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നവരെ കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ മുന്നേ ഞാനൊരു പൂവ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം പൂവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെങ്കിലും കാണിക്കണം തോന്നി. അപ്പം നമ്മളത് ആ ബാൽക്കണിയൊക്കെ വൃത്തിയാക്കി നമ്മളുടെ നട്ട സാധനങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ച് വെള്ളമൊക്കെ നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്കൊരു വൃത്തിയാക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാൽക്കണിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. നല്ല ചളിയും ഉണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട് വൃത്തിയാക്കിയിട്ട്. ഇനി നമ്മുടെ പണി വീടിൻ്റെ അകത്തെ പണിയാണ് കേട്ടോ. രാവിലെ മുതൽ കിടക്കുന്ന കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂണുകറിയും ചീരപ്പേരിയാണ്. ചീരപ്പേരി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു. കൂണുകറി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് വടുക് അറിയോ? എന്താണ് വടുക്? ഈ സംഭവം ഇത് നമ്മളുടെ മുളക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി ഉണക്കിയിട്ട് വെക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ.